ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. യേശു, വിധവയായ ഒരമ്മ, ആ അമ്മയുടെ മരിച്ച മകൻ, ഒരു വലിയ ജനാവലി. ആ വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി ശവമഞ്ചത്തിൽ തണുത്തു വിറങ്ങലിച്ചു കിടക്കുന്ന ഒരു യുവാവിൻ്റെ ശരീരത്തെ തൻ്റെ ഒരു വാക്കുകൊണ്ട് ജീവൻ തിരിച്ചു നൽകുന്ന യേശു, ആ ശരീരത്തെ വിട്ടുപോയ ആ അമ്മയുടെ മകൻ്റെ ആത്മാവിനെ ആ ശരീരത്തിന് തിരിച്ചു നൽകുന്ന ദൈവം, ആ ജീവൻ വെച്ച ശരീരത്തെ ആ മകൻ്റെ അമ്മയ്ക്ക് ഭദ്രമായി തിരിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യാവതാരമെടുത്ത അവരുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന യേശു. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ ഇതിനു മുൻപും പിൻപും മരിച്ചവരെ ഉയർപ്പിക്കുന്ന സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങൾ നാം വായിച്ചത് നമ്മുടെ ഓർമ്മയിൽ ഒന്ന് അയവിറക്കാം. ഏലിയ പ്രവാചകൻ തനിക്ക് അപ്പം നൽകിയ സറേഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഏലീശ പ്രവാചകൻ ശൂനേംകാരി സ്ത്രീയുടെ മകനെ ഉയർപ്പിക്കുന്നത് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യനായ പരിശുദ്ധ പത്രോസ്ലീഹ തബീത്തായെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലും നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം ഇവർ സർവശക്തനായ ദൈവത്തോട് സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ്. മരിച്ച വ്യക്തിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന അപേക്ഷ ദൈവം മുൻപാകെ സമർപ്പിക്കുകയും ദൈവത്തിന് തൻ്റെ ആ ശ്രേഷ്ഠ പ്രവാചകന്മാരോടും തൻ്റെ ശിഷ്യനായ വിശുദ്ധനായ പത്രോസ്ലീഹായോടുമുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും അവരുടെ അപേക്ഷ കേട്ട് മരിച്ച വ്യക്തിക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങൾ. അവർക്ക് മരണത്തിൻ്റെ മേൽ ആധിപത്യമോ ശക്തിയോ ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് പകരം ജീവനിലേക്ക് വരിക എന്ന കൽപ്പന പുറപ്പെടുവിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നേനെ. എന്നാൽ ഇവിടെ മനുഷ്യാവതാരമെടുത്ത ദൈവം യേശു ജീവനിലേക്ക് വരുവാൻ ആജ്ഞാപിക്കുകയാണ്. കാരണം അവൻ ദൈവമാണ്. അതിനുള്ള അധികാരം അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജൈറോസിൻ്റെ മകളെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 54-55 വാക്യങ്ങളിലും തൻ്റെ സ്നേഹിതൻ ലാസറിനെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 43-44 വാക്യങ്ങളിലും ഉയർപ്പിക്കുമ്പോൾ പുനരുത്ഥാനവും ജീവനും ആയവൻ ആജ്ഞാപിക്കുകയാണ് ആ മൃതശരീരത്തെ വിട്ടുപോയ ആത്മാവിനോട് ശരീരത്തിലേക്ക് തിരിച്ചു വരുവാനായി, ജീവനുള്ള ശരീരമായി തീരുവാനായി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന പോലെ യേശുവിൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമായി മാറുന്നു എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം. അതെ, സറേഫാത്തിലെ വിധവയ്ക്കും ശൂനേംകാരി സ്ത്രീക്കും നായിം പട്ടണത്തിലെ വിധവയ്ക്കും അവരുടെ ഏക സന്തതിയെ ദൈവം ജീവിപ്പിച്ച പോലെ നമുക്കും ആഗ്രഹിക്കാം, നമുക്കും വിശ്വസിക്കാം. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ഓരോ ആത്മാക്കളെയും തൻ്റെ സ്വർഗീയ ഭവനത്തിൽ ചേർക്കുവാനുള്ള വിശുദ്ധി, അവരെ നിത്യാഗ്നിയിലേക്ക് തള്ളിവിടാതെ അവരുടെ ആത്മാക്കളെ ഉയർപ്പിച്ച് പുനരുത്ഥാനവും ജീവനും നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്തവൻ്റെ കൂടെ അവൻ്റെ ഗോത്രപിതാക്കന്മാരുടെ മടിയിൽ, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ അവൻ ജീവിപ്പിച്ച് താമസിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവരെ നാം അധികം താമസിയാതെ കണ്ടുമുട്ടുമെന്ന വിശ്വാസത്തിൽ
അവരോടൊത്ത് ആ സന്തോഷത്തിൽ നമ്മുടേതായ ദിവസം നാം ഒത്തുചേരും എന്ന ആഗ്രഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അവനിലുള്ള പ്രത്യാശയിൽ ജീവിച്ച് മുന്നോട്ട് പോകാം. നല്ലൊരു ദിവസം നേരുന്നു.